ശൈത്താനിന് സന്തോഷമുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ 4 ഘടകങ്ങളാണ്. ഒന്ന് ഭക്ഷണം, പാനീയം, ഉറക്കം, ഇണചേരൽ. ഇതിനൊരു പരിധിയുണ്ട്. പരിധി വിട്ടാൽ നിങ്ങൾ പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന് ഈ പടപ്പാകുന്ന ശൈത്താൻ്റെ വഴിയിലേക്ക് നീങ്ങും. ഇതിനെ 4നെയും പിടിച്ചു കെട്ടല നോമ്പ്. ഭക്ഷണം, പാനീയം, ഉറക്കം, ഇണചേരൽ. ഉറക്കവും പ്രശ്നം. അതെ, നോക്കിയപ്പോൾ പറഞ്ഞുതരാം. ഈ അമുസ്ലിങ്ങൾ പറയാറുണ്ട്, ഈ കാക്കാമാർക്ക് നോമ്പ് വന്നാൽ രാത്രി മൊത്തം തീറ്റയും പകലാകെ ഉറക്കമാണ്. ഇത് ഈ അമുസ്ലിങ്ങളിൽപ്പെട്ട ചിലർ പറയാറുണ്ട്. അത് ചില ഏതെങ്കിലും കാക്കാനെ ഇയാൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം അങ്ങ് മാറ്റുക. ഭക്ഷണോപാനീയം ഇങ്ങനെ മാറ്റണു. അല്ല പിന്നെ രാത്രി ആകെ തിന്നുവല്ലേറെ, പകൽ മാത്രമല്ലേ ഇത്തിനുള്ളൂ. ഇതൊക്കെ ഈ പ്രശ്നം. ഈ നോമ്പെന്ന് പറഞ്ഞാൽ ബഹുമാനികളെ കുറേ സമയത്തേക്ക് മാറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ള സമയം അതിൻ്റെ കലായിട്ടിലല്ല. നോമ്പിന് കളി മാറിയോ? മഗ്‌രിബിൻ്റെ ബാങ്ക് അങ്ങ് കേട്ടാ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇതിലേതാണ് ആകെ തിന്നേണ്ടത്, ഏതാണ് കുറച്ച് തിന്നേണ്ടത്, പിന്നെ ഏതാണ് ഈ എന്താണെന്നറിയോ? പ്രശ്നം എന്താണെന്നറിയോ? ഈ സാധനം ഒന്നും നിസ്കാരം കഴിയുമ്പോൾ രംഗത്തുണ്ടാവില്ല. നിസ്കാരം കഴിയുമ്പോൾ വേറെ സാധനമല്ലേ. ഇത് പരമാവധി കയറ്റാവുന്ന തിരക്കാണ് നിസ്കാരത്തിന് മുമ്പ് മഗ്‌രിബ് ബാങ്ക് വിളിച്ച. അതങ്ങോട്ട് കഴിഞ്ഞാൽ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് വന്നിട്ട് ഈ കോട്ടൊക്കെ അങ്ങോട്ട് ഊരിയിട്ടൊരു കള്ളിത്തുണിയൊക്കെ എടുത്തോണ്ട് ഊരി നീക്കണ്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട്. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ തറാവീഹിന് പോണതിന് മുമ്പ് കോരി കയറ്റാവുന്ന നിലയ്ക്ക് അടുത്തത്. ഇപ്പം എത്ര എണ്ണിക്കോട്ടണോട്ടോ? 3. അതിൻ്റെ ഇടയ്ക്ക് കിടന്നോണ്ട് ഉണ്ട്, അത് കണക്ക് കൂട്ടണ്ട. പിന്നെ നടന്നുകൊണ്ടും ഉണ്ട്, അതും കൂട്ടണ്ട. തറാവീഹും കൂടി കഴിഞ്ഞ് വന്നാൽ പിന്നെ വേറെ ഒരെണ്ണം, അത് ഉരുട്ടിയ കയറ്റണേ. അത് കഴിഞ്ഞാണ് എൻ്റെ പൊന്ന് ഹബീബ് പരമാവധി സുബഹി ബാങ്കിനോട് അടുപ്പിച്ച് അലാറം വെച്ച് കയറ്റാവുന്നതിൻ്റെ മാക്സിമം. പറ, നോമ്പിലാണോ കൂടുതൽ, നോമ്പില്ലാത്തപ്പോഴാണോ? നോമ്പിൽ കണ്ട വട്ടിക്കാളയുടെ ഇറച്ചിയൊക്കെ തിന്നണം. നോമ്പിൽ ആടുകാരനെ പറഞ്ഞേൽപ്പിക്കുക, പെണ്ണാട് പറ്റൂല കേട്ടോ, ആണാട് തന്നെ വേണം. 2 കിലോ വെച്ച്. നോമ്പിലേ പറഞ്ഞേ പേഴുങ്കായ് പോലത്തെ ഫ്രൂട്ട്സാണ് നോമ്പല്ലാത്തപ്പോൾ. നോമ്പിൽ നല്ല ഷിംല ആപ്പിളാണ്. നോമ്പില്ലാത്തപ്പോൾ ചാക്കരിയുടെ അരിയാ. നോമ്പിൽ ആലിബാവയാണ്. എല്ലാം സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞങ്ങോട്ട് ഏൽപ്പിക്കുക കാര്യങ്ങളൊക്കെ. നോമ്പിന് കളി മാറിയോ? എന്നിട്ട് വേടയത്താഴത്തിന് ഉമ്മ, ഓ എത്ര മണിക്കാമ്മ വേടയത്താഴത്തിന് എണിക്കണ്ടേ? നമുക്കൊരു 4 മണിക്ക് എണിച്ചാൽ പോരേടി. ഓ 4 മണിക്കാ? അപ്പോൾ നമ്മുടെ ബിരിയാണി ഒന്ന് മറ്റേ ഇതിനകത്ത് വെക്കണ്ടേ? എന്ത് ഓവണ അവ അതിനകത്ത് വെക്കണം. അപ്പോൾ അവിടെ നെയ്മീനൊന്നും കൂടെ ഒന്ന് ആക്കിയെടുക്കണ്ടേ? ആക്കണം. പാപ്പാക്ക് കരിക്കിൻ്റെ ജ്യൂസ് എടുക്കണ്ടേ? അപ്പോൾ ഇത് അളിയനുള്ളതല്ലേ, അളിയനക്ക് പഴവും കരിപ്പട്ടി ചക്കര അടിച്ചിട്ട് അത് ശരിയാക്കി എടുക്കണ്ടേ? ശരിയാണല്ലോ ഡി. അപ്പോൾ എന്ത് വേണം? നമുക്കൊരു 3:30 വെക്കാം. 3:30 അങ്ങോട്ട് എഴുന്നേറ്റാൽ ഒരു 4 മണി 4:15 ആകുമ്പോഴത്തേക്കും എല്ലാം ടേബിളുകൾ നിരത്താം. ഒരു 4:15 അങ്ങോട്ട് തിന്നാനിരുന്നാൽ ഒരു 4:45 ആകുമ്പോഴത്തേക്കും റെഡിയാവും. 4:45 അവിടെ തിന്നാൽ 5:30 ബാങ്ക്. അതെ, 4:45 അവിടെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാം. അപ്പോൾ സുബഹിയോ അത് ശമ്പളം കൊടുത്ത് ആളേപ്പിച്ചിട്ടുണ്ട് പള്ളിയിൽ. നമ്മുടെ പണി എന്താ? നമ്മുടെ പണി ഇടയത്താഴം കുടിക്കില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പൊന്നാറ സഹോദരി സഹോദരന്മാരെ. ളുഹർ നമസ്കാരത്തിന് ഷാഫി മുസല്ലയിൽ നിൽക്കിരിക്കാൻ പറഞ്ഞ കാക്ക ളുഹറിന് കുനൂത്തോതി സുബഹി ഖളാ വിട്ടുക. എന്തേ പറ? ഈ കാക്കാക്ക് നോമ്പില്ലേ? എന്തേ? എൻ്റെ മൊയിലാരെ ഇടയത്താഴം കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി, സുബഹി കിരിച്ചില്ല. സുബഹിക്കല്ല പ്രാധാന്യം, ഇടയത്താഴത്തിനാണ് പ്രാധാന്യം. ശരിയാണോ? വണ്ടി എടുക്കുമ്പോൾ ഡ്രൈവറോട് പറയും, ഇടാ കാണുന്ന പമ്പിലൊന്നും കയറ്റാൻ പറ്റൂല, ഇവിടുന്ന് ഫുള്ളടിച്ചോ. എടാ മോനെ, ഈ തന്നേക്കണത് മൊത്തം തിന്നോളണം, നാളെ മഗ്‌രിബിൻ്റെ ബാങ്ക് വിളിക്കാതെ പച്ചവെള്ളം തരില്ല. ഇതാണോ നോമ്പ്? ഇതാണോ ഈ ഇടയത്താഴം? മുസ്ലിയാർ ഈ ഇടയത്താഴത്തിന് ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കണേ എന്തിനാ? നബി പറഞ്ഞിട്ടല്ലേ നമ്മൾ. അള്ളാൻ്റെ നബി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബാമുസ്ലിയാർ ചുറ്റിപ്പോയനേട്ടോ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞു, തസഹറൂ, നിങ്ങൾ അത്താഴം കുടിക്ക്, ഇന്ന ഫിസ്സുഹൂരി ബറക്ക, അത്താഴത്തിനകത്ത് ബറക്കത്തുണ്ട്. അതെന്താ ആ ഭാഗം ചിന്തിക്കാത്ത? എന്താ
ഈ അത്താഴം കഴിക്കുന്നുള്ളത് മാത്രമേ സമുദായം എടുക്കണുള്ളൂ. അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അതെന്താ ശ്രദ്ധിക്കാത്ത? എന്താ ഈ അത്താഴത്തിലെ ബർക്കത്ത്? ഞാൻ പറയുകയാണ്, ഈ HNT ജംഗ്ഷനിലുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കൂടിയ സഹോദരി സഹോദരന്മാർ, നിങ്ങളിവിടെ കൂടിയത് നബിത്തങ്ങൾ പറഞ്ഞതുപോലെ ഇടയത്താഴം കുടിക്കാനാണ്, നബിത്തങ്ങൾ പറഞ്ഞതുപോലെ നോമ്പെടുക്കാനാണ്. എന്താണ് നബിത്തങ്ങൾ ഈ ഇടയത്താഴത്തിൽ ബർക്കത്തുണ്ടെന്ന് പറഞ്ഞത്? അതെന്താ നമ്മൾ ശ്രദ്ധിക്കാത്തത്? നമ്മൾ ഈ അത്താഴം മാത്രമല്ലേ കഴിക്കണുള്ളൂ, അതിൻ്റെ ബർക്കത്ത് എടുക്കാത്ത എന്താണ്? തങ്ങൾ പറഞ്ഞ ബർക്കത്ത് ഏതാ? ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തിരിക്കുന്ന ഒരാൾക്ക് ഉറക്കം തൂങ്ങിയിട്ട് യാതൊരു രക്ഷയില്ല. ഈ ഉറക്കം തൂങ്ങിയ കാര്യം പറഞ്ഞ് മനസ്സിലാവില്ലോ. ഇയാൾ ഈ തൂക്കം വലിയ ശക്തിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു കട്ടൻ ചായ കുടിച്ചൊരു സുലൈമാനി. ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കട്ടൻ ചായ കുടിച്ച് വീട്ടിലേക്ക് വന്ന് ഓർത്താണ് ഇറങ്ങിയത്. കുടിച്ച് ഇതങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഉന്മേഷമായി. അതൊക്കെ പമ്മി ആ വാതൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ കസേരയിൽ ആരും ഇരുന്നിട്ടില്ല. ഇയാൾ ഈ കസേരയിൽ കയറി ഇരുന്നു. ബാബാമൗലവി പറയുന്ന പ്രസംഗം നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരൊറ്റ കാര്യം മനസ്സിലാവണ്ടായില്ല, വെറുതെ എന്തോ ഒരു ഓളം അത്രേ ഉണ്ടായുള്ളൂ. കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. ഇയാൾക്ക് എന്താ കിട്ടിയത്? അയാൾ പുറത്തിറങ്ങിപ്പോയി ഒരു സുലൈമാനി കുടിച്ചു. ഞാൻ നിങ്ങളോട് പറയാണ്, ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കരുത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു സുലൈമാനി കുടിക്ക്. ഇന്ന ഫിസ് സുലൈമാനി ബറക്ക, സുലൈമാനിക്കകത്ത് ബർക്കത്തുണ്ട്. ഇത് തന്നെ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. നിങ്ങൾ നോമ്പെന്ന് പറഞ്ഞാലേ സാധാരണ വല്ലൊരു അനുഷ്ഠാനമല്ല. നിങ്ങളുടെ ശരീരത്തിനെ വല്ലാതെ ക്ഷമിപ്പിച്ച് സഹിപ്പിച്ച് നിങ്ങൾ അനുഭവിച്ച ആ അനുഷ്ഠാന കർമ്മം നിങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം നിങ്ങൾ നോമ്പ് തുറന്നിട്ടും പിന്നെ നിങ്ങൾ വിശ്രമിക്കുന്നില്ല, ദീർഘമായ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. നിങ്ങളാകെ തളർന്നു. കിടന്നങ്ങോട്ട് ഉറങ്ങല്ലേ. അല്പം ഉറങ്ങിയതിൻ്റെ ശേഷം എഴുന്നേക്ക്. എന്തിനാണ്? പകലിനേക്കാൾ പവറാണ് റമദാനിൻ്റെ രാത്രി. രാത്രി ഉറങ്ങി തീർക്കരുത്. അല്പം ഉറങ്ങിയ ശേഷം എഴുന്നേക്ക്. എഴുന്നേക്കുന്നത് എന്തിനാ? അല്ലാഹുവിന് സുജൂദ് പെരുപ്പിക്കാനാണ്, തഹജ്ജുദിനാണ്, ഖുർആൻ പാരായണത്തിനാണ്, ഇസ്തിഗ്ഫാറിനാണ്, സ്വലാത്ത് പെരുപ്പിക്കാനാണ്, തസ്ബീഹുകൾ തഹ്ലീലുകൾ അധികരിപ്പിക്കാനാണ്. ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റാൽ നേരെ ഒന്നു കൊടുത്തു പോയി നിസ്കരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? തസഹറു. ഈ ഉറക്കത്തിൻ്റെ ക്ഷീണവും അതിൻ്റെ ചടവുമെല്ലാം മാറി കിട്ടണമെങ്കിൽ തസഹറു, നിങ്ങൾ അത്താഴം കഴിക്ക്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഒലൗബി തമ്രത്തിൻ, ഒരു കാരക്കെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആലിബാവ എതിരില്ല, നമുക്ക് സിംലാപ്പിൾ ഹലാല, നമുക്ക് മട്ടൻ ഹലാല, നമുക്ക് പിന്നെ ബീഫ് എല്ലാം ഹലാലാണ്. പക്ഷെ ഇതെന്ത് ചെയ്യണം? പരമാവധി അളവ് കുറയ്ക്കണേ. അതാണ് കാരക്ക. പരമാവധി അളവ് കുറയ്ക്കണേ. ഇതെന്താ കൊണ്ടിട്ട് ലക്ഷ്യം വെക്കുന്നത്? ഉറങ്ങി എഴുന്നേറ്റ് ഒന്നുമെടുത്തിട്ട് നിസ്കരിക്കാൻ നിന്നാൽ ഒരു റക്കായത്ത് എത്തുന്നതിന് മുമ്പ് ഖിറാത്ത് അതിലേലും പോകും, ആൾ ഉറക്കത്തിൽ വീഴുകയും ചെയ്യും. ഉറങ്ങി എഴുന്നേറ്റിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉറക്കക്ഷീണം പോകില്ല. വണ്ടി ഓടിക്കണവരിവിടെ ഇല്ലേ? ഉറക്കം വന്നപ്പോൾ എന്താ ചെയ്യുക? വണ്ടിക്കകത്തിരിക്കണ വെള്ളം എടുത്ത് മുഖം കഴുകണോ? മഹാവിട്ടിത്തരം അത്. വെള്ളം എടുത്ത് മുഖം കഴുകിയാൽ നിസ്സാര ടൈമിൻ്റെ ഉള്ളിൽ ആളുറങ്ങിപ്പോവും. കാരണം എന്താ? സുഖം പിന്നെയും കിട്ടിയെന്നാണ്. ഉറക്കം വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം ശല്യം ചെയ്താൽ അടുത്തൊരു തട്ടുകടയിൽ നിർത്തും. ഒരു സുലൈമാനി വയറിറച്ച് മട്ടൻ ബിരിയാണി മേടിച്ച് തിന്നൂല, ഒരു സുലൈമാനിയാണ്. എന്താ എരിവുള്ളത്? എന്താ ഉള്ളത്? നല്ല മുളക് പൊടിയുണ്ട്, ഒരു മുളക് പൊടിയും തട്ട്. ഒരു സുലൈമാനി ഒരു മുളക് വട 100 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം. ഇത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. ഉറക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റാൽ ആ ഉറക്കക്ഷീണം പോകണമെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിക്കണം. ഈ പിള്ളേർ കണ്ടിട്ടില്ലേ, വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ പുതിയ സൈസിൽ മുട്ടായി അപ്പോൾ വായിലിട്ട് ഇങ്ങനെ ചവച്ചോണ്ട് കടിച്ചോണ്ട് തന്നെ ഇരിക്കും. ഈ സാധനം കടിച്ചാൽ തീർന്ന മിഠായി അല്ല, അങ്ങനെ കടിക്കും തോറും ഇങ്ങനെ കൂടി വരുള്ളൂ. അങ്ങനത്തെ ഒരു മിഠായി ഉണ്ട്. അതിനെ കടിക്കണതിനാ, കടിക്കുമ്പോൾ ഉറക്കം പോവും. ഇതാ തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ നിങ്ങളൊരു വലിയ പണി ചെയ്യാൻ പോയിനി. ആ പണി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷം കിട്ടാൻ തസഹറു, നിങ്ങൾ അല്പം അത്താഴം കഴിക്കും. അത്താഴം കഴിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ നിൽക്ക്. തഹജ്ജുദ് കഴിഞ്ഞാൽ ഒരു ജുസുവെങ്കിലും ഖുർആൻ ഓത്.
നിങ്ങൾ ഖുർആൻ ഓതിയതിൻ്റെ ശേഷം 100 സ്വലാത്ത് പതിവാക്ക്, 100 ഇസ്തിഗ്ഫാറിന് പതിവാക്ക്. ഇതെല്ലാം ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹു റസൂൽ നമ്മൾ നിർദ്ദേശിച്ചിരിക്കുക. ഒരു ജുസെങ്കിലും ഡെയിലി ഖുർആൻ ഓതുന്ന ഒരു വീട്ടിലേക്ക് ഒരു ശൈത്താനിൻ്റെ ഷർറും ഉണ്ടാവില്ല, ഒരു റൂഹാനിയും കയറി വരില്ല, ഒരു മുസീബത്തും ഉണ്ടാവില്ല. ആ കുടുംബത്തിൽ ഐശ്വര്യം വിളയാടും. ഇതാണ് ഖുർആൻ്റെ പവർ. അത് മാത്രമല്ല, പൊന്നാരെ ഹബീബന്മാരെ കാലും വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, ഈ കാണുന്നതൊന്നും ഒരു കാഴ്ചയൊന്നുമല്ല. നിങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കും, എൻ്റെ മുസ്ലിയാരെ തടങ്കൽപ്പാളയോ അതൊക്കെ അവൻ്റെ സ്വപ്ന, പൗരത്വരേഖയോ അതൊക്കെ അവൻ സ്വപ്ന ലോകത്തിൽ, അതൊന്നും ഇവിടെ നടക്കണ കാര്യമല്ല. നിങ്ങൾക്ക് തോന്നണതാ ഇതൊക്കെ. കാരണം ഞങ്ങൾ കേരളത്തിൽ ജനസംഖ്യ കൂടുതലാണ് മുസ്ലിയാരെ, മുസ്ലിങ്ങൾ. കാശ്മീരിൽ അത്രയൊന്നുമില്ലല്ലോ. കാശ്മീർ കണ്ടു പഠിക്കടോ. തൊട്ടടുത്തുള്ള നമ്മുടെ ലക്ഷദ്വീപ് കണ്ടു പഠിക്കുക. ഞാൻ പോയി അവിടെ 10-5 ദിവസം വെള്ളം പറഞ്ഞേക്കണ ആളാ. ലക്ഷദ്വീപ് വലിയ താമസമില്ലാതെ നിങ്ങൾ നോക്കിക്കോ, എല്ലാ സ്ഥലത്തും ഈ ഉമ്മത്തിനെ ആക്രമിക്കാൻ ഉമ്മത്തിൻ്റെ പേരുള്ളതിനെ തന്നെ എടുക്കണേ. ഇപ്പം ന്യൂനപക്ഷ കമ്മീഷൻ എന്നിട്ട് താത്താനെ മക്കനെയൊക്കെ ഇടിപ്പിച്ചുകൊണ്ടിട്ട് ഒരു പ്രസ്താവന എടുത്തുണ്ടായിരുന്നോ? പത്രത്തിലുണ്ടായി. 2 വശത്തും ഇവൻ്റെ കിങ്കരന്മാരിരിക്കുകയാണ്, നടുക്കി താത്താ പെണ്ണ് മക്കനെയൊക്കെ ഇട്ടുകൊണ്ട്. അവൾ കോടതി അംഗീകരിക്കണം. ഭഗവീതം ഒരു സ്ഥലത്ത് സ്കൂളിൽ പാഠപദ്ധതിയാക്കി കൂടി നമ്മൾ എതിർക്കാൻ പാടില്ല. എല്ലാം ഇവിടെ ഇങ്ങനെ പച്ചയായി പറയാണ്. അത് തന്നെ ഇപ്പോൾ ലക്ഷദ്വീപിലും ഒരു അസ്കർ അലി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ പേരാണ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ നോക്കിക്കോ, വലിയ വിദൂരത്തല്ലാതെ അള്ളാഹ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. 1000കണക്കിന് മുസ്ലിങ്ങൾ വെള്ളത്തിൽ വീണ് മരിക്കുന്നു കാണിച്ചു തരാം. അവിടെ അതാ സംഭവിക്കാൻ. കാരണം ഇറങ്ങടാ വീട്ടിൽ നിന്ന്, ഇത് എൻ്റെ വീടാ, നിൻ്റെ വീടാ, എവിടെ രേഖ? ഒരു രേഖയില്ല, ഒരു കരം തീർത്ത രസീതും ഇല്ല, ഒരു സ്ഥലത്തിൻ്റെ ആധാരവും ഇല്ല, ഒരു പട്ടയോ ഇല്ല. അതുങ്ങളവിടെ താമസിക്കുന്നതിന് സർക്കാരിൻ്റെ അടുത്ത് ഒരു രേഖയില്ല. ഞാൻ അന്തർത്തിൽ പോയി എഴുതി പറഞ്ഞിട്ടുണ്ട്, ഇത് എവിടെ മറ്റേ ഷെയ്ക്കോയ നിങ്ങളുടെ അതിർത്തി ഏതാണ്? അങ്ങനെയൊന്നുമില്ല ഉസ്താദെ. ഈ നിര ഇങ്ങനെ നിൽക്കുന്ന തെങ്ങ് മൂലക്ക് ഇങ്ങോട്ട്, ആ തെങ്ങ് മൂലക്ക് അങ്ങോട്ട്, അത്രേ ഉള്ളൂല്ലേ. അപ്പോൾ ഇതിന് ആധാരവും കൂതാരവും ഒന്നുമില്ല ഇവിടെ. അത് വീടിന് ടാക്സോ ഒരു ടാക്സും ഇല്ല, കരവും ഇല്ല, ഒന്നുമില്ല. റെഡിയായോ? തെളിവുണ്ടോ നിൻ്റെ അന്ന്? ഒരു തെളിവില്ല. ചാടറ വെള്ളത്തിൽ സംഭവിക്കാൻ പോണത് അങ്ങനെയൊക്കെ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുക, ഇതിൻ്റെ എല്ലാം അസൽ പേര് ദജ്ജാലിൻ്റെ ഫിത്തന എന്നാണ്. നിങ്ങൾ റമദാനിൻ്റെ രാത്രി ഇടയത്താഴം കുടിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ പടച്ചവനോട് അങ്ങോട്ട് പറഞ്ഞോ. നിങ്ങളൊരു ബോംബും ഉണ്ടാക്കണ്ട, ഒരു വാളും ഉണ്ടാക്കണ്ട, ഒരു AK-47 എടുക്കണ്ട, നിങ്ങളൊരു സർക്കാരിനെ എതിർക്കണ്ട, നിങ്ങളൊരു ഗവർണറെ എതിർക്കണ്ട, ഒരു കോടതിനെ എതിർക്കണ്ട. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ നബീന റസൂലുള്ളാഹി. നിങ്ങളുടെ ആയുധം കൈയുയർത്തല, അള്ളാഹുലേക്ക് നിങ്ങൾ കൈയുയർത്തല. കൈ ഉയർത്തിയാൽ ഫലം ഉറപ്പാണ്. ആ ഉറപ്പ് എങ്ങനെയാകണം? ഞാൻ പറഞ്ഞ ഞാൻ നിർദ്ദേശിച്ച ചാനലിലൂടെ വന്ന അള്ളാഹ് പറയണേ. ഇത് വലിയ വിഷയം, ഞാൻ വിഷയം മാറിപ്പോവും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ തെറ്റ് തിരുത്തി മര്യാദയ്ക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ഏറ്റെടുക്കാം. ഇത് നേർക്ക് നേരെ ഖുർആനിൻ്റെ വിളംബരമാണ്. മര്യാദയിലേക്ക് മാറിക്കോ, പടച്ചോനിലേക്ക് കൈ പൊക്കിക്കോ. ഞാൻ ചോദിക്കട്ടെ, എന്താ ഇപ്പം അതിന് പറഞ്ഞോന്നറിയോ? തഹജ്ജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷം ഒരു ജുസ് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ മുസഹഫ് അടച്ചു വയ്ക്കരുത്. മൻ ഹഫിള 10 ആയത്തും മിൻ സൂറത്തിൽ കഹ്ഫി അസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ ഔ കമാ ഖാല റസൂലുള്ളാഹി. കോളേജിൽ നിന്ന് സനദെടുത്ത ഉസ്താദാ നിങ്ങളുടെ ഇമാമ്. ഞാനൊരു കോളേജിലും പോയിട്ടില്ല, ഒരു സനദ് എടുത്തിട്ടില്ല. സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്ത് പതിവാക്കിക്കോ എന്ന് നബീന റസൂലുള്ളാഹി. ഇത് നബി ചൊല്ലിയിട്ടല്ലേ സഹാബാക്കളോട് പറഞ്ഞത്? എന്നേക്കാൾ ബുദ്ധിയുള്ളവരല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നബിയുടെ കാലത്ത് ദജ്ജാലുണ്ടോ? പക്ഷെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അഭയം തേടാതെ ഒരൊറ്റ നിസ്കാരം നബി സലാം വീട്ടിയിട്ടുണ്ടോ? ഇത് നമ്മൾ ഇതിപ്പോൾ ഷാഫി മുസല്ലയാണല്ലോ മൊത്തം. ഇത് ഷാഫി മുസല്ലയാണ്. ഞാൻ നിങ്ങളോട് പറയാം, നമുക്കൊക്കെയാണ് ഇതിനകത്ത് അലസത കൂടുതൽ. സുന്നത്തങ്ങ് നിൽക്കിരിക്കാൻ വേണ്ടി കൈയ്യട്ടെ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്, അപ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് അത് വേണ്ട, സുന്നത്തല്ലേ. അത്തഹിയ്യാത്തുൽ മുബാറക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദുആയോ അത് സുന്നത്തല്ലേ? ഇത് സുന്നത്തുകാരല്ലേ? ഇവിടെ ഈ കൊട്ട് കിട്ടിക്കൊണ്ടിരിക്കണേ. നമ്മ എല്ലാം എടുക്കണം, അളവ് കുറച്ചോ, എല്ലാം എടുക്കണം. അല്ലാഹു അക്ബർ സുബ്ഹാനക അല്ലാഹുമ്മ. അതേ തറാവി വരാൻ പോവാ. നിങ്ങളവർക്ക് ഉസ്താദ് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഉടനെ ഫാത്തിഹ ഓതണം. ആ മൂപ്പരിടയ്ക്ക് ഒരു വാക്ക് വിടുന്നുണ്ട്, സുബ്ഹാനക അല്ലാഹുമ്മ.
ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ദുആഉൽ ഇഫ്തിതാഹിൻ്റെ സുന്നത്ത് കിട്ടി. അത്തഹിയ്യാത്തിൽ അങ്ങോട്ട് ഓതി അല്ലാഹുമ്മ സല്ലി അലാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വേണ്ട. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ ഈ ദുആ നിസ്കാരത്തിൽ ദുആയാണ് നിങ്ങളുടെ ആയുധം എന്ന് പറഞ്ഞെങ്കിൽ ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതിന് തന്നെ മാനദണ്ഡമാണ് നിസ്കാരം. ഇന്നാ അർദനൽ അമാനത അല സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന യഹ്മിൽനഹാ വഅഷ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ മുശ്രികീന വൽ മുശ്രികാതി വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കാരം അല്ലാഹു തആല നിങ്ങൾക്ക് നിർബന്ധാക്കിയത് നിങ്ങളുടെ തൗബ സ്വീകരിക്കാനാണ്. അപ്പം നിസ്കാരത്തിലാണ് നേരെ മറ്റൊരു സ്ഥലത്ത് കാണാൻ പാടില്ലേ വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ അള്ളാഹിനോട് ദുആ എടുക്കണം, നിസ്കരിച്ചുകൊണ്ടായിരിക്കണം. ഇതാ ഞാൻ പറഞ്ഞ ചുമ്മാ കൈവക്കിയിട്ട് കാര്യമില്ല. കിളയ്ക്കാൻ ഒരുത്തനെ വിളിച്ചോ, തൂമ്പ കൊടുത്തു, അവൻ തൂമ്പയ്ക്ക് മലയും കൊടുത്തുകൊണ്ട് വൈകുന്നേരം വരെ നിന്നു. വൈകുന്നേരം ആയിപ്പോൾ വന്നിട്ട് മലയാളി കാശ് കേട്ടെ, നീ ഒരു തെങ്ങിൻ്റെ കൂടി കളിച്ചില്ലോടാ. ആ കാശ് കേട്ട മലയാളി ഇന്നത്തെ കാശ് കേട്ടെ, നാളെ എന്നിട്ട് നമുക്ക് നോക്കാം. കാശ് കൊടുക്കുമോ, പൈസ കൊടുക്കുമോ നിങ്ങൾ? ഇത് തന്നെ ഇപ്പം നിങ്ങളിത് ചെയ്യും അടപ്പുകളെ, എന്നിട്ട് എന്നോട് ദ്വാരക്ക് ഞാൻ തരാം. ഇതാ അല്ലാഹ് പറഞ്ഞേ, ചെയ്യൂല കൈവൊക്കെ. എന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനികൾ, ഈ ഇരിക്കുന്നവരോടല്ല പറയണത്, ഇവരൊക്കെ ഇത് ചെയ്യുന്നവരാ. പക്ഷെ അള്ളാഹിൻ്റെ ശിക്ഷ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരിങ്ങനെ ചെയ്യുമ്പോൾ അത് മൊത്തം ഇറങ്ങും. ഇത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഖുർആൻ പറഞ്ഞ അതാണ്. നിങ്ങൾ നല്ലവരെ അങ്ങോട്ട് മാറ്റിയിട്ട് ചീത്ത അതിനെ മാത്രം തിരിച്ചെടുത്തിട്ട് കൈകാര്യം ചെയ്യണ പരിപാടി ഇല്ല, മൊത്തം തട്ടും. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞാന്നറിയോ, ഇത് ശ്രദ്ധിച്ചോളണം. നിങ്ങൾ അത്താഴം കുടിക്കാൻ എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഇത് കൊണ്ടുവരണം. അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഞാനിത് പറഞ്ഞ വിഷയം എത്തൂല. ഖബറിലെ ശിക്ഷ ഭയാനകമാണോ? അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. നരകത്തിലെ ശിക്ഷ. ബാവുശ്ശേരി ഇത് വിശദീകരിച്ചാൽ നിങ്ങൾക്കറിയാലോ. ഈ വിവരമില്ലാത്ത ബാവുശ്ശേരി ഇത് വിശദീകരിക്കാൻ നിന്നാൽ ഇത് മണിക്കൂറുകളോളം പറയാനുള്ള പോയിന്റുകളാണ്. അർത്ഥം മാത്രം മതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ്. വലിൽ ആഖിലി ഇഷാറ, അങ്ങനെയല്ലേ ഹദീസ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സൂചന കൊടുത്താൽ മതി. വമിൻ അദാബിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്. ജീവിത സമയത്തുള്ള ഫിത്ന അനുഭവിക്കുകയല്ലേ, രോഗം വിട്ടുമാറുന്നില്ല, കച്ചവടം എത്ര ചെയ്താലും രക്ഷപ്പെടണില്ല, മക്കളെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുവന്ന് മദ്രസയിലും സ്ഥാപനത്തിലും ഒക്കെ ആക്കിയിട്ടും തല തിരിഞ്ഞു പോവുകയാണ്. പെണ്ണുമ്പിള്ളയ്ക്ക് എന്തെല്ലാം കൊടുത്താലും വെറുതെ എടുത്തുകൊണ്ട് പുറകെ വരികയാണ്. കെട്ടുവനയ്ക്ക് എന്തെല്ലാം ചെയ്താലും മനുഷ്യൻ്റെ മേത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഫിത്നയാണ്. ഓമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത്. മരണസമയത്തുള്ള ഫിത്ന. പാപ്പാടെ കോലത്തിലാണ് ശൈത്താനും കൂടി വന്നിട്ട് പറഞ്ഞത്, ദേ വേദന എളുപ്പം കിട്ടണോ എന്നാൽ അതെ ഈ വാക്കങ്ങ് പറഞ്ഞു. ഇത് ബാപ്പയായി പറഞ്ഞേ, ഖൈറുൽ അദിയാനി ദീനുൻ നസാറ. ഇതങ്ങോട്ട് മോൻ പറയും അല്ലെങ്കിൽ മോള് പറയും. ബാപ്പായില്ലേ പറഞ്ഞ 75 കൊല്ലം മുമ്പ് മരിച്ചുപോയ ബാപ്പയാണ്. ഷെയ്ത്താൻ കോലം കെട്ടി വരുമെന്നാണ് ഈ പഠിപ്പിക്കണേ. ആ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് തങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ട് പറയാൻ. മൻ സല്ല അലൈഹി മിഅത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖ് ബറാഅത്തുൻ മിനൻ നാർ അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാഇ നബീന റസൂലുള്ളാഹി. ഡെയിലി 100 സലാത്ത് പതിവാക്കിക്കോന്ന്. മരിക്കുമ്പോൾ പൊന്നാർ നബിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, നബീനെ നിങ്ങൾ മൗത്താവുമ്പോൾ കണ്ടാലേ അത് ഷെയ്ത്താനല്ല, മൻ റആ ഫിൽ മനാമി ഫഖദ് റആനി നബീന റസൂലുള്ളാഹി. എന്നെ നിങ്ങൾ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. വാപ്പാടെ കോലം ഷെയ്ത്താനക്ക് വരാൻ പറ്റും, ഉമ്മാടെ കോലത്തിൽ വരാം, വേറെ ആരുടെ കോലത്തിൽ വരാം. പൊന്നാര നബിയുടെ കോലം കെട്ടാൻ ഷെയ്ത്താന് കഴിയില്ല എന്ന് നബീന റസൂലുള്ളാഹി. ആ തങ്ങളെ കണ്ടുകൊണ്ട് മൗത്താകലാണ് മരണസമയത്തുള്ള ഫിത്തിൽ നിന്ന് രക്ഷ. നമ്മളിപ്പോൾ എത്ര നിക്കരിച്ചാലും എത്ര വലിയ ആചാരായാലും എത്ര അജ്മായാലും എന്തോരം കോടതി എത്ര എതിർത്തിട്ടും എത്ര ഇജാബ് ഇട്ടാലും ഒന്ന് സംഗതി രക്ഷപ്പെടില്ല. മരിക്കണ സമയത്ത് രക്ഷപ്പെടണം. അത് രക്ഷപ്പെടാനുള്ള ഒറ്റമൂല്യം ഇത് 100 സലാത്ത് ഡെയിലി. ഇടയത്താഴം കുടിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കോ. ഒന്നാമത്തേത് 1 ജുസ്, രണ്ടാമത്തെ അപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഇപ്പുറത്തേക്ക് ചാടി പോന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് മൂന്നാമത്തെ പൊന്നാർ നബിയുടെ പേരിൽ 100 സലാത്ത്.
അത് തന്നെ വസാലിമാം എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി ബറകാതുഹു എന്നാ ചെല്ലുന്നതെങ്കിൽ ഏറ്റവും ഖൈർ അതാണ്. ഇത് അള്ളാഹ് ചൊല്ലിയ സലാത്താ. മിറാജിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് സമർപ്പിച്ച സലാത്താണിത്. അതേ ഖുർആൻ പറഞ്ഞില്ലേ അള്ളാഹ് സലാത്ത് ഇല്ലെന്നു. അള്ളാഹു ചൊല്ലിയ സലാത്ത് ഇതാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി ബറകാതുഹു. സഹോദരിമാരെ ശ്രദ്ധിക്കണ്ടോ? അതേ ഉറങ്ങുവാണോ? ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങാം, അല്ലാണ്ട് ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി ബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി ബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി ബറകാതുഹു. എഴുന്നേറ്റിരുന്നിട്ട് ഇടയത്താഴം കുടിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു ജുസു ഖുർആൻ ഓതിയിട്ട് ഖുർആൻ ഓതണേൻ്റെ കൂടെ സൂറത്തുൽ കഹ്ഫിനകത്ത് അടയാളം വെക്കണം. എന്നിട്ട് അതങ്ങോട്ട് മറിക്കണം. എന്നിട്ട് എത്ര ആയത്ത്? 10 ആയത്ത്. എന്താ അതുകൊണ്ടുള്ള ഗുണം? ഇവിടെ ശ്രദ്ധിച്ച്, ഞാൻ ഇതാപ്പം നിസ്കാരത്തിലേക്ക് കയറാൻ കാരണം ജീവിതകാലത്തുള്ള ഫിത്നയിൽ നിന്ന്, മരണസമയത്തുള്ള ഫിത്നയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ചുറ്റി സഞ്ചരിക്കുന്ന ദജ്ജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്നും കാക്കണേ റബ്ബേ. നബിയുടെ കാലത്ത് ദജ്ജാലുണ്ടോ? പൊന്നു പടപ്പുകൾ നിങ്ങൾ പറ. പിന്നെ എൻ്റെ നബി ഇത് പറയാതെ സലാം വീട്ടാതിരുന്നത്? അതാ കർമ്മശാസ്ത്രമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 ദുആ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കാതെ സലാം വീട്ടൽ കറാഹത്താണ്. എന്താ ഇന്നുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിപാടി അതിനാവട്ടെ. ഞാൻ ഉദ്ദേശിച്ചില്ല എങ്ങനെ പരിപാടി ഉണ്ടാവും. മിനിഞ്ഞാന്ന് ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്ന സ്ഥലത്ത് എന്താണാവോ ചിരിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്ഥലത്തേക്ക് വാങ്ങുന്നതിന് ഇപ്പോൾ ഒരു പള്ളിയിൽ കയറി മൂത്രമൊഴിക്കാൻ വേണ്ടി ആ മൂത്രപ്പുരയിലേക്ക് വന്നപ്പോൾ ഒരു കാക്ക അസ്സലാമു അലൈക്കും, ഇത് ഉസ്താദാണോ? അതെ. എൻ്റെ പൊന്നുസ്താദ് എവിടെ ഒരു ദിവസം വാങ്ങുന്നു, 2 ദിവസം വാങ്ങുന്നവരോ എന്തിയേ? അപ്പോൾ ഞാനോർത്ത് ഇവിടെ എല്ലാ ഉമ്മാരെ നല്ല മക്കളായിരിക്കും. എന്തിയേ? ഇത് മൂത്രപ്പുര 2 ദിവസം ആകെ അലാക്കായി കിടക്കുകയാണ്, ഒന്ന് ശരിയാക്കാം ഉണ്ടായ സംഭവം ഇത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ആലോചിക്കുകയാണ്, ആ ഉസ്താദയോ നിങ്ങൾ മൂത്രപ്പുര ഉണ്ടാക്കുന്ന ആളാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്ന ആളാണ്, അല്ലാണ്ട് വയന്ന് പറയാൻ വലിയ ആലിമ്യങ്ങളല്ലേ വിളിക്കുള്ളൂ. എൻ്റെ പടി എന്താ? മൂത്രപ്പുര പൊളിച്ചുണ്ടാക്കുക, കക്കൂസ് പൊളിച്ചുണ്ടാക്കുക, മദ്രസയിൽ ഡെസ്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആശാരി പോയില്ല. എന്താ എൻ്റെ സഹോദരന്മാർ, ഞാൻ ഒരു പാവപ്പെട്ട വിളിച്ചിട്ട് ഉസ്താദെ ഇവിടെ ഒരു വയന്ന് പറയണം. ഞാൻ ചോദിച്ചു എന്ന് പറയാനാ? എപ്പോഴാണ് ഉസ്താദെ പറയേണ്ടത്? പാവം ചോദിക്കാൻ എപ്പോഴും. ഞാൻ പറഞ്ഞു പണി എപ്പോഴാണ് പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പം ഞാനങ്ങ് വിടാനാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഈ പരിപാടി ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിനു വേണ്ടി എന്തോരം പരിശ്രമിച്ചു ഈ സാധുക്കൾ. അതുങ്ങൾക്കൊരു ഗുണം കിട്ടണ്ടേ? നിങ്ങൾ ഒരാൾ ഓതിയാൽ പോരെ? ഇവിടുത്തെ പ്രസിഡന്റ് രക്ഷപ്പെട്ടില്ലേ? സെക്രട്ടറി രക്ഷപ്പെട്ടില്ലേ? എല്ലാത്തിനും ഉപരി നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? ഈ 4 കാര്യം നിസ്കാരത്തിൽ കൊണ്ടുവരാതെ ഇന്നു മുതൽ സലാം വീട്ടരുത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നബിത്തങ്ങളുടെ കാലത്ത് ദജ്ജാൽ ഉണ്ടോ? പിന്നെ എന്തിനാണ് നബിത്തങ്ങൾ ഇതിൽ നിന്ന് അഭയം തേടിയത്? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. സഹാബാക്കളോട് എന്തിനാണ് ഈ ദുആ നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞത്? ദജ്ജാൽ എന്ന് പറയുന്ന സാധനം മഹദി ഇമാമിൻ്റെ കാലത്തല്ലേ വരുവുള്ളൂ. ഇത് സ്വഹീഹായ നബിത്തങ്ങളുടെ പ്രഖ്യാപനമല്ലേ. മഹദി ഇമാം വന്നിട്ടില്ലോ. റസൂലുള്ളാഹിൻ്റെ ഓസുല്ലാദം വന്നു പോയി. ഓസുല്ലാദം വാപ്പായും ഉമ്മായും ഇണങ്ങിയ മോന. ഇനി വാപ്പായും ഉമ്മായും ഇണങ്ങിയ ഒത്തിണങ്ങിയ അടുത്ത ഒരു മകൻ വരാനുള്ളത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വന്നോ? ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കണം, മനസ്സിലാക്കിക്കോ. ഈ കാണുന്ന തടങ്കൽപ്പാളയും ഈ പൗരത്വരേഖയും ഈ തല്ലിക്കൊല്ലലും ഈ ഭരണവും ഇതൊന്നും ഇവിടെ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അല്ല. അതുകൊണ്ടിട്ടാണല്ലോ അവർക്ക് ഈ വെപ്രാളം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടാണ്? നമ്മൊന്നും ചെയ്തിട്ടല്ല. ഇവിടെ അവരുടെ സംസ്കാരവും അവരുടെ വിശ്വാസവും വളരെ യുക്തിക്ക് നിരക്കാത്ത വെറും വിഡ്ഢിത്തരങ്ങളാണ്, വിവരക്കേടുകളാണ്. അതിവിടെ നിലനിൽക്കണമെങ്കിൽ ഈ ഉത്തമമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ഇവിടുന്ന് പറിച്ചു കളയണം. ഇത്രയും അവർക്ക് ലക്ഷ്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങളൊന്നും ചെയ്തിട്ടല്ല. ഈ ഇന്ത്യയിൽ ഒറ്റ സമുദായത്തിൽപ്പെട്ട ഓരോന്നോ പിന്നെ തീവ്രവാദിയല്ല, രാജ്യദ്രോഹിയല്ല, ഭരണത്തിനെ എതിർക്കുന്നവരല്ല, കാശ് കൊടുക്കാത്തവരല്ല, ഒന്നുമല്ല. പിന്നെ എന്തേ ഈ താടിയും തലപ്പാവും വച്ചതിനെ? അങ്ങനെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഈ മക്കനെയും പറഞ്ഞേയും വിട്ടേനെ ഒക്കെ നേരെ കൈകാര്യം ചെയ്യണം. എന്താ? ഇതിവിടെ നിന്നാൽ ശരിയാവില്ല. ഇത്രേ ഉള്ളൂ വിഷയം. അപ്പം ഞാൻ ചോദിക്കട്ടെ, അന്ന് ദജ്ജാൽ ഇല്ലല്ലോ. ദജ്ജാൽ വരുന്നത് ഈ മഹദി ഇമാമിൻ്റെ കാലഘട്ടത്തിൽ. അന്ന് മഹദി ഇമാമൊക്കെ വരുമ്പോൾ എന്താ ഈ തൗഹീദിൻ്റെ ഇസ്സത്തെന്നറിയോ? ശരിക്കും മുസ്ലിം സമുദായം കൃത്യമായിട്ട് 2% ടാക്സ്, അതായത് കരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ
അമുസ്ലിമായ ഒരു മനുഷ്യൻ രാജ്യത്ത് ലോകത്ത് ജീവിക്കണമെങ്കിൽ 2% ടാക്സ് അടയ്ക്കണം. അപ്പോഴല്ലേ സർക്കാരിൻ്റെ പൊതുസ്വത്തിന് അർഹതപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള കാലം ഈ ഭൂമുഖത്ത് വരുമെന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ ഭരണമാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിലാണ് ദജ്ജാലിൻ്റെ വരവ്. ശേഷം അതിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി വരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി നബീന ഈസ. നബിത്തങ്ങളുടെ ശരീഅത്തനുസരിച്ചാണ് വിധിക്കുക. ഇതൊക്കെ ഇവിടെ വരൂലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനി എത്രയോ കാലം കഴിഞ്ഞിട്ടപ്പോൾ ഈ പടപ്പ് വരിക? പക്ഷേ നബിത്തങ്ങളുടെ കാലം മുതൽ ദജ്ജാലിനകത്ത് അഭയം തേടുകയാണ്. എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിനകത്തൊരു വലിയ കാര്യം മനസ്സിലാക്കാനുണ്ട്. ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ശരിക്കും അവന് എത്രയോ പേജാണെന്നറിയോ സഹീഹ് ബുഖാരി മുസ്ലിം ഒക്കെ ഇവനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ വ്യക്തി ഇവിടെ വരുമ്പോൾ തൗഹീദിൻ്റെ നേരെ എതിരാളിയായിട്ടാണ് ഇവിടെ വരിക. അവൻ പറയും, ഞാനാണ് ഇലാഹ്, എന്നെ വിശ്വസിക്കണം. ഇലാഹിൻ്റെ പണി കാണിച്ചു തരാം. ഒരെണ്ണത്തിനെ കൊന്നു, ചത്തുകിടക്കണതിനോട് എഴുന്നേക്കാൻ പറയും. അവൻ ഇതെല്ലാം അല്ലാഹു തആല അവനക്ക് കൊടുക്കുമെന്നാണ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാൻ്റെ അനുമതി കിട്ടിയാൽ നടക്കില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് കോഴീനെ പറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് അത്ഭുതമാണ്. ഈ അത്ഭുതം പറയണ ആൾക്കാർ ഈ ദജ്ജാൽ വന്നിട്ട് ഒരാളെ എണിപ്പിക്കണ കഴിയുമ്പോൾ അല്ലോ ഞങ്ങൾ കൂടെ കൂടിയിട്ടോ അള്ളാഹ്ക്ക് മാത്രമേ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ, അവിടെ കൂടും. അപ്പോഴും ഈ സുന്നത്തെ മാറ്റിപ്പെട്ടവർ, എടാ നീ ഒരു അള്ളാഹും അല്ല, നിന്നെ വേണേ ഞങ്ങളൊരു പണി ചെയ്യാം, ഒരു ഔലിയായ ആക്കാം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആക്കാൻ നിന്നെ ഞങ്ങൾക്ക് കിട്ടൂല. അങ്ങനെയല്ലേ ശരി? നിങ്ങളും ചിന്തിച്ചു നോക്കി. ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് എന്നെ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാത്തവരെ എല്ലാം കൈകാര്യം ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഇതിനൊരു വ്യക്തിക്ക് സാധിക്കുമോ? ഇവിടെ ശ്രദ്ധിക്കണത്, ഒരു വലിയ സംഘം അവൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഈ സംഘത്തോടൊപ്പം വരുന്ന ഈ ദജ്ജാൽ, അതാണ് മസീഹു ദജ്ജാൽ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇവനെത്തും. എത്താത്ത സ്ഥലം പരിശുദ്ധ ഹറമൈനിയാണെന്ന് നബീന റസൂലുള്ളാഹി. അപ്പം കേട്ടെ, ഇന്ത്യയിൽ വരൂലേ ഇവൻ? സൗദിയിൽ വരൂലേ? ഇറാനിൽ വരൂലേ? ഇറാഖിൽ വരൂലേ? എല്ലാ രാജ്യത്തും വരൂലേ? ഇവൻ കടന്നു വരുമ്പോൾ ഇവൻ്റെ ഈ പ്രവർത്തനത്തിന് വേണ്ടുന്ന രീതിയിലുള്ള വിജയം കിട്ടണമെങ്കിൽ ഭരണത്തിൻ്റെ സ്വാധീനം വേണം, വേണ്ടേ? പട്ടാളത്തിൻ്റെ സ്വാധീനം വേണം, കോടതി സ്വാധീനം വേണം, മറ്റുള്ള എല്ലാ സ്വാധീനങ്ങളും വേണം. അതാണിന്ന് നമ്മ ലോകത്ത് കാണുന്നത്. ദജ്ജാലിന് കടന്നു വരാനുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ലോകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സൗദി അറേബ്യയിൽ ഇന്ന് സ്ത്രീകൾക്ക് വേഷവിധാനത്തിൽ കർശന നിയമം എടുത്തു കളഞ്ഞു. പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാം, പന്ത് കളിക്കാം, സിനിമാ തിയേറ്ററിന് ലൈസൻസ് കൊടുത്തു, കള്ള് ഷാപ്പിനും ലൈസൻസ് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു. എന്തായാലും നമുക്കറിയില്ല, നമ്മളിങ്ങനെ പത്രത്തിൽ കൂടെ കാണുന്നതേ ഉള്ളൂ നമുക്ക് ഉള്ള ഒരു വിവരം. എന്തായാലും ഹറമൈനി ഇരിക്കുന്ന സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള രാജ്യത്തിൻ്റെ പറയണ്ടല്ലോ. എല്ലാ രാജ്യത്തും ദജ്ജാലിന് കടന്നു വരാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഭരണകൂടങ്ങളും ഭരണവ്യവസ്ഥയും ഉണ്ടെങ്കിലേ കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇവൻ്റെ പദ്ധതി ഓടുള്ളൂ. അപ്പം ഇത് ഒരുക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരെന്താ? ദജ്ജാലിന് സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഭാഗം. നമ്മുടെ കാർന്നോമാരുടെ ഭാഷ പറഞ്ഞാൽ കുട്ടി ദജ്ജാലുകൾ. ഇതാണ് നബിത്തങ്ങൾ ആ കാലം മുതൽ അഭയം തേടിയത്. ദജ്ജാലിൻ്റെ ഫിത്തിലിന് അഭയം തേടുക എന്ന് പറഞ്ഞാൽ ദജ്ജാലിന് കളമൊരുക്കുന്ന വിഭാഗത്തിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണേ പടച്ചവനെ എന്നാണ് ഈ മസീഹു ദജ്ജാലിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള വിവക്ഷ. ഇതാണ് ഇത് അത്യാവശ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തടങ്കൽപ്പാളയം നീ ഉണ്ടാക്കലേ ഉള്ളൂ, അതിനകത്തേക്ക് നമ്മളെ കിട്ടൂല. നീ പൗരത്വരേഖ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചിറക്കാനാണെങ്കിൽ അതിനകത്ത് എന്നെ അല്ലാഹു തആല അതിനകത്ത് പെടുത്തൂല. പെടുത്താതിരിക്കാനുള്ള മറ ഞാനിവിടെ കെട്ടിക്കഴിഞ്ഞു. മൻ ഹഫള അശറ ആയത്തും മിൻ സൂറത്തുൽ കൗഫി അസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ നബീന റസൂലുള്ളാഹി. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫിൻ്റെ 10 ആയത്ത് സൂക്ഷിച്ചോ എന്ന് തങ്ങൾ പറഞ്ഞെങ്കിൽ അതാ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന എന്ന് തുടങ്ങി ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കൗഫി ഫഖാലു റബ്ബന ആതിന മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. ഇതാണ് 10ാമത്തെ ആയത്ത്. പടച്ചവൻ ഓർത്ത് ഞാൻ പറയുകയാണ്, ഇവിടെ നിന്ന് നെയ്യത്താക്ക്. ഈ പാവങ്ങൾ പാടുപെട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടിയില്ലേ, ഇവിടെ നിന്ന് നെയ്യത്താക്ക്. അല്ലാ, ഞാൻ ഈ കൊല്ലം എല്ലാ റമദാനിൻ്റെ രാത്രിയും എഴുന്നേക്കും റബ്ബേ. എൻ്റെ എഴുന്നേക്കുന്നതിൻ്റെ ലക്ഷ്യം ഫുൾ ടാങ്ക് അടിച്ചിട്ട് പകലിലേക്കുള്ള മുങ്കൂർ ജാമ്യം എടുക്കലല്ല. അല്ലാ,
ഉറക്കക്ഷീണം മാറാൻ ഒരല്പം ഭക്ഷണമോ അല്പം പാനീയമോ ഞാൻ കുടിച്ചിട്ട് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും റബ്ബേ. ആ ഇരിപ്പിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ജുസ് ഞാൻ പാരായണം ചെയ്യും പടച്ചവനെ. എന്നിട്ട് ഈ പറയപ്പെട്ട ഫിത്തനകളിൽ നിന്നും അല്ലാഹ് എനിക്കും എൻ്റെ കുടുംബത്തിന് രക്ഷ കിട്ടാൻ സൂറത്തുൽ കഹ്ഫിൻ്റെ 10 ആയത്ത് ഞാൻ ഓതും റഹ്മാനെ. പൊന്നാര നബിത്തങ്ങളുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കിട്ടാൻ, ഇങ്ങേറ്റം അന്ത്യശ്വാസം ഭരിക്കുമ്പോൾ മുത്ത് നബിത്തങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് കലിമ പറയാൻ 100 സലാത്ത് ഞാൻ ആ മുസല്ലയിലിരുന്ന് ചെയ്യും തമ്പുരാനെ. പൊന്നാര നബിത്തങ്ങൾ 100 പ്രാവശ്യം മരണത്തെ ഓർക്കും ഡെയിലി, 100 പ്രാവശ്യം. അല്ലോ ഇവിടെ നിന്ന് വിട പറയണമല്ലോ പടച്ചവനെ, അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് 100 ഇസ്തിഗ്ഫാർ നബി കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതാ. പടച്ചവനെ ആ മുസല്ലയിലിരുന്ന് ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. ഇതെല്ലാം ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്കറിയാവുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം മനസ്സറിഞ്ഞ് പറയണം 100 പ്രാവശ്യം. ഇപ്പം എന്തൊക്കെയായി? തഹജ്ജുദ് നിസ്കരിച്ചു, 1 ജുസ് ഖുർആൻ ഓതി, സൂറത്തുൽ കഹ്ഫിൻ്റെ 10 ആയത്തോതി, 100 സലാത്ത് ചൊല്ലി, 100 ഇസ്തിഗ്ഫാർ ചെയ്തു. കൈ പൊക്ക ദുആ ചെയ്യുക, പടച്ചോൻ വരാനോട് ആവലാതി പറയുക. അപ്പോഴത്തേക്കും സുബഹിയാൻ കുളിക്കും. ഇടയത്താഴം കുടിച്ചിട്ട് ഉറങ്ങലല്ല, ഇടയത്താഴം കുടിച്ചതിന് ശേഷം സുബഹിക്ക് വേണ്ടി പ്രതീക്ഷിക്കലാണ്. അത്താഴം കൊണ്ട് ലക്ഷ്യം അമലുകൾക്ക് ഉന്മേഷം നേടിയെടുക്കലാണ്, വയറ് ഫുള്ളാക്കലല്ല. ഈ കർട്ടൻ്റെ ഇപ്പുറം ഇരിക്കുന്നവരോട് ഞാനൊരു സന്തോഷ വാർത്ത പറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടി നബിത്തങ്ങൾ ഒരു വലിയ ദുആ നടത്തിയിട്ടുണ്ട്. ആ ദുആ നിങ്ങളെല്ലാവരും അത് കിട്ടാവുന്ന നിലയ്ക്ക് ഇടയത്താഴം കുടിക്കണം. പൊന്നാർ നബി ദുആ ചെയ്തിരിക്കുന്നു, അത്താഴം കുടിക്കാൻ എഴുന്നേൽക്കുന്ന പുരുഷന്മാർക്ക് റഹിമല്ലാഹു ഇംറഅൻ ഖാമ ഫിൽ ലൈലി. പടച്ചവനെ, രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന പുരുഷനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇതാരാ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മളൊക്കെ തമ്മി കാണുമ്പോൾ എന്താ പറയുക? അസ്സലാമു അലൈക്കും. അസ്സലാം, എന്താ ആവശ്യമില്ലാതെ വിശേഷമൊക്കെ? അൽഹംദുലില്ലാഹ്, റാഹത്തൊക്കെ. ദുആ ചെയ്യണം കേട്ടോ. ഇത് അങ്ങും ഇങ്ങും നമ്മൾ പറയുന്നൊരു വാക്കിതാ, ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യണം കേട്ടോ. എന്തിനത്? ഈ ദുആയിനകത്ത് നമ്മ ഒലിമൻ ഔസാനാന്ന് ഈ ദുആ ചെയ്യണമെന്ന് പറയുന്ന ആ പറയപ്പെട്ട വ്യക്തി ഒലിമൻ ഔസാനാന്ന് ദുആയിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്നോട് ദുആ എടുക്കണമെന്ന് പറഞ്ഞവർക്ക് നീ പൊറുക്കണേ അല്ലാന്ന് പറഞ്ഞാൽ ഇയാളുടെ ദുആയിൽ നമ്മൾ പെട്ടു. അതിനുവേണ്ടി നമ്മൾ തമ്മിലിങ്ങനെ പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, ഇത് അങ്ങനെയുള്ളൊരു ദുആയാണോ? ബാബാ മുസ്ലിയാരുടെ അല്ല, ബാബാ മുസ്ലിയാരുടെ ഗുരുനാഥൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ അല്ല, ഷെയ്ഖന്മാരുടെ ഔലിയാക്കന്മാരുടെ കുത്തുബാവുന്ന ഓസുല്ലാലമിൻ്റേതല്ല, സഹാബാക്കളുടേതല്ല, മറ്റ് അമ്പിയാക്കളുടേതല്ല. റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖാത്തിമുൽ അംബിയ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു. പടച്ചവനെ, അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്ന പുരുഷനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. എന്നിട്ട് എന്താ പറയുന്നറിയോ? അവൻ എന്താ ചെയ്തത്? ഐഖദ അഹ്ലുഹ, അവൻ്റെ ഭാര്യനെ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ്റെ ഭാര്യനെ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഇൻ അബത്ത് അയഖദ അഹ്ലുഹു, ഭാര്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച അവൻ്റെ ഭാര്യ എഴുന്നേക്കാൻ വിളിച്ചപ്പോൾ വിസമ്മതിച്ചാൽ നളിഹൽ മാഹു അലാ വജിഹിഹ, അവളുടെ മുഖത്തേക്ക് ഇവൻ വെള്ളം കുടഞ്ഞു. അങ്ങനെ ഭാര്യനെ ഈ വിസമ്മതിച്ചപ്പോൾ വെള്ളം കുടഞ്ഞ് അത്താഴത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിനെ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി. ഞാൻ ചോദിക്കട്ടെ, പകലന്തിയോളം പട്ടിണി കിടക്കാനുള്ള മുൻകൂർ ജാമ്യം എടുക്കാനാണെങ്കിൽ പെണ്ണുപിള്ളനെ വെള്ളം കുടച്ച് എഴുന്നേൽപ്പിക്കണോ തിന്നാൻ? എണിക്കടി പിള്ള ചാപ്പാട് നേരായി എന്ന് പറഞ്ഞാൽ പോരെ? അപ്പം എഴുന്നേൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ? എഴുന്നേൽക്കുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതാണ് അത്താഴത്തിൽ ബർക്കത്ത്. അതാണ് നബിത്തങ്ങളെ പറഞ്ഞ ബർക്കത്ത്. ഇതിനു വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കരുത്. കഴിഞ്ഞ റമദാനിലെല്ലാം നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചവരാ. ഈ ഇരിക്കുന്നവരൊന്നും ചെയ്യാത്തവരെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യാത്തവരിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. അതിനാണ് ഈ പരിപാടി. ബഹുമാനികളെ, നിങ്ങൾ ഈ കൊല്ലം ഒരു തീരുമാനം എടുക്കണം. പഠിച്ചവനെ, എൻ്റെ പൊന്നാർ നബിയുടെ ദുആ എനിക്ക് കിട്ടാൻ ഞാൻ ഈ കൊല്ലം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന പരിപാടിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഇന്ന് പകൽ ജോലി കൂടുതലായതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഭക്ഷണമൊക്കെ ഞാൻ ഒരുക്കി വച്ചിട്ടാണ് കിടക്കണത്. നിങ്ങൾ കഴിച്ചിട്ട് കാര്യങ്ങൾ നീക്കിക്കോ, ഞാനിവിടെ കിടക്കട്ടെ എന്നവൾ പറഞ്ഞാൽ അവളുടെ മുഖത്തേക്ക് ഞാൻ വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കും. റബ്ബേ,
എന്നിട്ട് എന്ത് ചെയ്യും? രണ്ടാളും കൂടി ഒരുമിച്ച് അല്പം ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് ഒരേ മുസല്ലയിൽ നിസ്കാരം കഴിഞ്ഞതുപോലെ ഖുർആൻ ഓതി സലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാർ ചെയ്ത് കൈപൊക്കിക്കൊണ്ട് ഭർത്താവ് പറയുന്നു, അല്ലാഹ്, രണ്ട് നാട്ടിലാ ഞങ്ങൾ ജനിച്ചത് റബ്ബ്, രണ്ട് കുടുംബത്തിലാ വളർന്നത് നാഥ, ഞങ്ങളെ ഒരു വിരിപ്പിലേക്ക് എത്തിച്ചവൻ നീയാണ് റബ്ബ്. പടച്ചവനെ, നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ ഇണകളാക്കണേ തമ്പുരാനെ. ഭർത്താവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യ പറയുന്നു ആമീൻ. അല്ലാഹ്, ഞങ്ങളെ തീറ്റിപ്പോറ്റാൻ 10,000 മൈലുകൾ അകലെ പോയി പാടുപെടുന്ന ഞങ്ങളുടെ പൊന്നുമക്കളെ കാക്കണേ തമ്പുരാന്. ഭർത്താവാകുന്ന പിതാവ് ദുആ ചെയ്യുമ്പോൾ ഭാര്യയാകുന്ന മാതാവ് പറയുന്നു ആമീൻ. മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രം തിളങ്ങുന്നത് എങ്ങനെയാണോ ഭൂമിയിലുള്ളവർ കാണുന്നത്, അപ്രകാരം മാലാഖമാർക്ക് ഭൂമിയിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രതുല്യമായ ഭവനങ്ങൾ. തീരുമാനമെടുത്തു. സഹോദരിമാരെ, ഈ കർട്ടൻ്റെ അപ്പുറം ഇരിക്കുന്നവരോട് നബി തങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചില്ല. റബ്ബേ, നീ ഒരു വനിതയെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവൾ എങ്ങനത്തവളാണ്? രാത്രിയിൽ അവൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, എന്നിട്ടോ അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ അയാൾ എഴുന്നേക്കാൻ വിസമ്മതിച്ചപ്പോൾ അവന്റെ മുഖത്തേക്കും അവൾ വെള്ളം കുടഞ്ഞിരിക്കുന്നു. അങ്ങനെ വെള്ളം കുടഞ്ഞ ഭർത്താവിനെ മുസല്ലയിലേക്ക് എത്തിക്കുന്ന ഭാര്യയെ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. പെങ്ങന്മാരും തീരുമാനം എടുത്തോ, പഠിച്ചവനെ, കഴിഞ്ഞ റമളാനിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇടയത്താഴം കുടിച്ചത്, ഒറ്റയ്ക്കാണ് തഹജ്ജുദ് നിസ്കരിച്ചത്. ഈ കൊല്ലം ഇല്ലാ അല്ലാഹ്. പൊന്നാർ നബി പറഞ്ഞതുപോലെ പൊന്നാര നബി തങ്ങളുടെ വിലമതിക്കപ്പെടാൻ കഴിയാത്ത ദുആ കിട്ടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിക്കും. പഠിച്ചവനെ, എഴുന്നേൽക്കാൻ അദ്ദേഹം വിസമ്മതിച്ചാൽ റസൂലുള്ളാഹിയുടെ ദുആ കിട്ടാൻ ഞാൻ വെള്ളം കൊടയും റഹ്മാനെ. തീരുമാനമെടുത്ത പെങ്ങന്മാർ റസൂലുള്ളാഹി തങ്ങളുടെ ദുആ കിട്ടൽ മാത്രമല്ല, മാലാഖമാർക്ക് ഭൂമുഖത്ത് തിളങ്ങുന്ന ഭവനങ്ങളായി മാറാൻ തീരുമാനമെടുത്തു. തസഹറു ഇന്ന ഫിസ്സുഹുരി ബറകാത്ത്. ഈ നിലയ്ക്ക് അത്താഴത്തിനെ കുടിക്കാൻ, ഈ നിലയ്ക്ക് മുതലാക്കാൻ എല്ലാവരും ഇവിടെ ഇരുന്നുണ്ടാകും. നെയ്യത്താക്ക് പടച്ചവനെ. ഇങ്ങനെ നെയ്യത്താക്കിയത്, പടച്ചവനെ, ഈ റമദാനിൽ ഒരൊറ്റ തഹജ്ജുദും ഞാൻ അള്ളാഹുവെ മുടക്കൂല റബ്ബേ. എല്ലാ രാത്രിയിലും ഞാൻ ഓരോ ജുസ് ഓതും പടച്ചവനെ. ബാബാ മുസ്ലിയാർ പറഞ്ഞതുപോലെ സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് ഞാൻ പതിവാക്കാൻ തീരുമാനിച്ചു റബ്ബേ. ഇവൻ തടങ്കൽപ്പാളയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ, ഇവൻ പൗരത്വരേഖയും ചോദിച്ചുകൊണ്ട് വരട്ടെ. അള്ളാഹുവെ, ഞാനിത് തീരുമാനിച്ചു റബ്ബേ. എൻ്റെ നബിത്തങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ 100 സലാത്ത് ഞാൻ പതിവാക്കി റബ്ബേ. പടച്ചവനെ, തവ്വാബികളിൽ പെടാൻ 100 ഇസ്തിഗ്ഫാർ ഞാൻ ചെയ്യാൻ നെയ്യത്താക്കി റബ്ബേ. നിങ്ങളങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് തീരുമാനമെടുത്താൽ, ഇന്ന് രാത്രി നിങ്ങളെ ഖബറിലേക്ക് മാറ്റിയാൽ, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ താട പിടിച്ച് കെട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ, വമൻ ഗമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹ കുത്തിബ ലഹു ഹസന നബീന റസൂലുള്ളാഹി. 30 രാത്രിയിലും ഇത് ചെയ്ത പദവിയിലേക്ക് അല്ലാഹു തആല നിങ്ങളെ ഉയർത്തും എന്ന് നബീന റസൂലുള്ളാഹി. സഹോദരിമാരും സഹോദരന്മാരും എല്ലാം നെയ്യത്താക്കുക. അതിനാണ് ഈ പാവങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്.